നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദിവസവേതനം 500 രൂപയാക്കണമെന്ന തോട്ടം തൊഴിലാളികളുടെ ആവശ്യം പ്രായോഗികമല്ലെന്ന് പ്ലാന്റേഴ്സ് അസോസിയേഷൻ. പ്ലാന്റേഴ്സ് ലേബർ കമ്മിറ്റി യോഗം നാളെ ചേരാനിരിക്കെയാണ് എതിർപ്പുമായി തോട്ടമുടമകൾ രംഗത്തെത്തിയത്. തോട്ടങ്ങൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു. തോട്ടമുടമകളും തൊഴിലാളികളും വിട്ടുവീഴ്ചയ്ക്കില്ലെങ്കിൽ തോട്ടങ്ങൾ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങും. 232 രൂപ മാത്രമാണ് ദിവസവേതനം ലഭിക്കുന്നതെന്ന തോട്ടം തൊഴിലാളികളുടെ വാദം തെറ്റാണെന്നും ദിവസവേതനം 500 രൂപയാക്കുന്നത് പ്രായോഗികമല്ലെന്നും തോട്ടമുടമകളുടെ സംഘടനാ ചെയർമാൻ സി വിനയരാഘവൻ വ്യക്തമാക്കി. 500 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 156 രൂപ തൊട്ട് 160 രൂപ വരെ ശരാശരി കിട്ടണം. ഇന്നാ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ. ഞങ്ങൾ ശമ്പള വർദ്ധത്തിന് എതിരേ അല്ല. അത് പ്രാക്ടിക്കലായിരിക്കണം. നിലവിലുള്ള വിലകളുടെ ബേസിസിലായിരിക്കണം ഈ പറഞ്ഞ കൂലി വർധനം വരുന്നത്. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ ഏറ്റെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വെൽഫെയർ കോസ്റ്റ് സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഒരു പഞ്ചായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ താമസ സൗകര്യം, റൂറൽ ഹൗസിംഗ്, റൂറൽ വാട്ടർ സപ്ലൈ, റൂറൽ എഡ്യൂക്കേഷൻ, റൂറൽ ഹെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പല സ്കീമുകളിലും നോക്കുന്നത് പഞ്ചായത്താണ്. എന്താ ഈ പ്ലാന്റേഷൻ മേഖലയിൽ മാത്രം ഇന്നും ഇതൊരു നിർബന്ധമായിട്ട് ഞങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്? തൊഴിലാളികളുടെ ശമ്പള വർധനവ്, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേരും. PLCയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും തോട്ടമുടമകൾ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ജോസഫ് സി മാത്യു, പ്ലാന്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധി അജിത് കുമാർ, ഒപ്പം മൂന്നാർ സമരനായിക ശ്രീമതി ഗോമതി, INTUC നേതാവ് ശ്രീ AK മണി, ഒപ്പം AITUC നേതാവ് ശ്രീ KP രാജേന്ദ്രൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക്. ശ്രീ ജോസഫ് സി മാത്യു, നാളെ നിർണായകമായ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചേരാനിരിക്കുകയാണ്. 500 രൂപ കൂലി എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഇന്ന് അതിന് മുന്നോടിയായി വാർത്താ സമ്മേളനം വിളിച്ച് തോട്ടമുടമകളും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നവർ പുതുതായി ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൊഴിലാളി മേഖലകളിലെ അടിസ്ഥാന വികസനം എന്നത് സർക്കാർ ഏറ്റെടുക്കണമെന്ന്. രണ്ടു കൂട്ടരും ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ നാളത്തെ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തൊഴിലാളികളുടെ മിനിമം കൂലി എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമല്ല. സർക്കാർ എന്തെങ്കിലും ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ, അതല്ല ഇത് തോട്ടം തൊഴിലാളികൾ തന്നെ നൽകേണ്ടതാണോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഉള്ള ചർച്ച, വിശദമായ ചർച്ച അതിനുള്ള സ്കോപ്പ് ഉണ്ട്. അത് പിന്നീട് ചെയ്യാവുന്നതുമാണ്. ഇപ്പൊ പ്ലാന്റേഷൻ ലേബർ ആക്ടിന്റെ പരിധിയിൽ ഇവരുടെ ഉത്തരവാദിത്വമായിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവരിപ്പോൾ അത് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ കൂലി ചോദിക്കുന്ന ഘട്ടത്തിൽ ഒരു കൃത്യമായി അവരൊരു കണ്ണൻദേവൻ കമ്പനിയിലെ തൊഴിലാളികൾ സമരം നടത്തുകയും അവരൊരു കൂലി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ അതിനെ PLCക്ക് വിട്ടത് തന്നെ സത്യത്തിൽ തെറ്റാണ്. കാര്യം സംസ്ഥാനത്തെ മൊത്തം മിനിമം വേജസ് വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യമായിരുന്നില്ല അവർ മുന്നോട്ട് വെച്ചത്. മറിച്ച് അവരുടെ തോട്ടത്തിലെ കൂലിയെ സംബന്ധിച്ചാണ്. ഇപ്പൊ സംസ്ഥാനത്തെ എല്ലാ തോട്ടത്തിലും മിനിമം കൂലി കൊടുത്താൽ മതി എന്ന് ആരാണ് തീരുമാനിച്ചത്? അപ്പൊ ഇത്തരത്തിൽ ഒരു കബളിപ്പിക്കൽ ഇവിടെ നടക്കുന്നുണ്ട്. ലാഭത്തിലോടുന്ന ഒരു തോട്ടത്തിൽ അവരുടെ കൂലിയാണ് ചോദിച്ചത്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂലി മിനിമം വേജസ് ആക്ട് പ്രകാരം പോലും നിലനിൽക്കുന്നതല്ല. ഇവർ പറയും ഇപ്പോൾ ആ വേജസ് ആക്ട് അല്ല, PLC ആണ് അത് തീരുമാനിക്കേണ്ടതെന്ന് പറയും. പക്ഷെ തൊഴിലാളികളെ മിനിമം വേജ് നിശ്ചയിക്കേണ്ടതിന്റെ ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. അത് അവർക്ക് ആഹാരം കഴിക്കാനുള്ള തുക ലഭിക്കണം എന്നുള്ളതാണ്. അവിടെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഹാരം കഴിക്കാനുള്ള തുക പോലും കൊടുക്കാതെ തൊഴിലാളിയെ കിട്ടിയാൽ മാത്രമേ ഒരു മേഖല നിലനിൽക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിമകളെ കൊണ്ട് മാത്രമേ ഈ മേഖലയിൽ പണി നടക്കൂ എന്നാണ്. അതുകൊണ്ട് ഇവിടെ നിശ്ചയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ വിറകിന്റെയും മറ്റ് തേയിലയുടെയും മറ്റ് ജീവിത ചെലവുകളുടെയും ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞ ശേഷം 100-150 രൂപ കയ്യിൽ കിട്ടുന്ന ഒരു തൊഴിലാളിക്ക് ജീവിക്കാൻ കഴിയുമോ അത് വെച്ചെന്നുള്ളതാണ് ആദ്യം ഈ പ്ലാന്റേഷൻ ഉടമകൾ പറയേണ്ടത്. തീർച്ചയായും. ശ്രീ ജോസഫ് സി മാത്യു, താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ അജിത് ചേരുന്നു, പ്ലാന്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധി, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ശ്രീ അജിത്ത്, അത് തന്നെയാണ് ചോദ്യം. എങ്ങനെയാണ് ഈ മിനിമം കൂലി നിശ്ചയിക്കേണ്ടത് എന്നതൊരു ചോദ്യമല്ലേ? ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു തൊഴിലാളിക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന കൂലി ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ശ്രീ ജോസഫ് മാത്യു ചോദിച്ചത്. നിങ്ങൾ ഈ നഷ്ടത്തിൻ്റെ കണക്കൊക്കെ പണ്ടേ പറയുന്നതാണ്. നഷ്ടത്തിൻ്റെ കണക്ക് നിരത്തി കൂലി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ കണക്ക് നിരത്തും. പക്ഷേ അതാണോ വേണ്ടത്? ഇന്നത്തെ ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു തൊഴിലാളിക്ക് മാന്യമായി ജീവിച്ചു പോകാനുള്ള ശമ്പളം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കാനുള്ള ആദ്യത്തെ കാര്യം, പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ട്രൈപാർട്ടിയേറ്റ് കമ്മിറ്റിയാണ്. അതായത് തൊഴിലുടമകള്, തൊഴിലാളി പ്രതിനിധികള്, കൂടാതെ അതിനോടൊപ്പം സർക്കാരിന്റെ പ്രതിനിധികൾ. അവിടെ ചർച്ച ചെയ്ത് അവിടെ അതിനെക്കുറിച്ച് എല്ലാ ആസ്പെക്റ്റും നോക്കിയിട്ട് അവിടെ തീരുമാനിക്കുന്ന വേജ് മിനിമം വേജ് അല്ല, അത് ഫെയർ വേജ് ആണ്. ആ ഫെയർ വേജിന്റെ ഗവൺമെന്റ് ചെയ്ത പണ്ടുകാലം പോലെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ എടുത്ത് മിനിമം വേജ് ആയിട്ട് അവതരിപ്പിച്ചു. ഈ മിനിമം വേജ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇപ്പം ശ്രീ ജോസഫ് മാത്യു പറയുന്ന പോലെ അതാണ് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ അല്ല, അത് ഫെയർ വേജ് ആണ്. ഒന്ന്. രണ്ടാമത്, ഇന്നത്തെ ഇത് പരസ്പരം ആരും പഴിചാരിയിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് ഈ പ്ലാന്റേഷൻസിന്റെ ഇപ്പൊ തോട്ടമുടമകൾ പറഞ്ഞു എന്ന് പറയുന്നത്. ആദ്യം എന്തുകൊണ്ടാണ് ഈ പ്ലാന്റേഷൻ നിങ്ങൾ ഇങ്ങനെ ഒരു അധപതനത്തിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ നോക്കുക. കാരണം ഇന്ന് 1 കിലോ തേയില ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്പാദന ചിലവ് 122 രൂപയാണ്. നമുക്ക് കൊച്ചിൻ ഓപ്ഷനിൽ കിട്ടുന്ന വില വെറും 84 രൂപയാണ്. അതായത് ഇന്നത്തെ വേതന നിലവാരത്തിൽ പോലും നമുക്ക് ഏകദേശം 36 രൂപ നഷ്ടം വരുന്നുണ്ട്. അതുകൂടാതെ ഈ 232 രൂപ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വില ഇതാണെന്ന് പറയുണ്ടായില്ല. 232 രൂപ കൂലി ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നു. സത്യത്തിൽ ഒരു തൊഴിലാളി കിട്ടുന്ന 232 രൂപ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോടൊപ്പം നൽകുന്ന സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് അതുകൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും 238 രൂപ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ അത് ഇൻസെന്റീവ് പാർട്ട് എടുക്കുക. 50 കിലോ എടുക്കുന്ന ഒരു തൊഴിലാളിക്ക് ഇൻസെന്റീവ് പാർട്ട് വേറെ കിട്ടുന്നുണ്ട്. അതുകൂടാതെയാണ് ഞങ്ങളുടെ സോഷ്യൽ കോസ്റ്റ് വരുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഏകദേശം 500 രൂപയ്ക്ക് അടുത്ത് ഈ കൂലി വരുന്നുണ്ട്. ഞങ്ങൾ തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ഞങ്ങൾ പ്രതിസന്ധിയാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായാലും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഓരോ കിലോയും ഉത്പാദിപ്പിക്കുന്നതിൽ മാത്രമല്ല, തേയിലയിലും കാപ്പിയിലും റബ്ബറിലും ഏലത്തിലും ഓരോ കിലോയിൽ ഉത്പാദിപ്പിക്കുന്നതിലും ഞങ്ങൾ നഷ്ടത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കി പരസ്പരം പരിചയമാകാതെ ഒരു തീരുമാനമുണ്ടാകണമെന്നാണ് താങ്കൾ പറയുന്നത്. തുടരുക ശ്രീ അജിത്ത്. ഇപ്പോൾ ശ്രീമതി ഗോമതി കൂടി ചേരുന്നു. മൂന്നാർ സമരത്തിന് നേതൃത്വം നൽകിയ ഗോമതി. ശ്രീമതി ഗോമതി, ഈ 230 രൂപ എന്നുള്ള കൂലിയല്ല നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. പലതരത്തിൽ കമ്പനി അടക്കം നൽകുന്ന ഇൻസെന്റീവ് അടക്കം നിങ്ങളുടെ കൈകളിലേക്ക് 500 രൂപ അടുത്ത് കൂലി എത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 500 ரூபாயெல்லாம் கொடுக்கல சார். அவரு சும்மா சொல்றாரு. எங்களுக்கு 232 ரூபாய் தான் சம்பளம். பின்ன நாங்க உயிரை கொடுத்து கொண்டு வெட்டினா கடைசியில இன்சென்டிவ் இல்லைன்றாங்க. சீசன் டைம்ல தான் அந்த இன்சென்டிவ் கூட ஆனா இல்லைன்றாங்க. கொஞ்சம் கொடுத்து ஏமாத்திடுறாங்களே. அதெல்லாம் இல்ல. அவர் சொல்றாரு கையில இப்ப எங்க கையில இல்லைன்றாரு. அவர் கையில இருந்து நாங்க பைசா கேட்கல சார். நாங்க வேலை செய்யற காசை நாங்க கேட்கிறோம். எங்களுக்கு நாங்க வீடு கட்டணும், பங்களா வாங்கணும், காரு வாங்கணும்னு கேட்கல சார். நாங்க வயிற்று பசிக்கு கேட்கிறோம். எங்க பிள்ளைகளை எங்களால படிக்க வைக்க முடியல. எங்க பிள்ளைகளை கல்யாணம் முடிச்சு கொடுக்க முடியல. கல்யாணம் முடிச்சு கொடுத்தாலும் வரதட்சணைன்ற பேர்ல எங்க பிள்ளைங்க எங்கள்கிட்ட திரும்ப வந்துடுறாங்க சார். எங்களை அவ்வளவு ஒரு நெருக்கடியான சூழ்நிலையில நாங்க வாழ்றோம். அவர் சொல்றாரு கையில இருந்து கொடுக்க முடியாதுன்னு. அவர் கையில இருந்து நாங்க கேட்கல சார். நாங்க கொழுந்து எடுத்து கொடுக்குறோம். அந்த பைசாவை தான் நாங்க கேட்கிறோம். 500 രൂപ சொல்றாரு. அவர் നേരടിയ കണക്ക് சொல்லுங்க സാർ. ശ്രീമതി ഗോമതി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണക്കൂട്ടൽ അനുസരിച്ച് ഇപ്പോൾ ഈ 230 രൂപ ഒരു ദിവസത്തെ കൂലിയുണ്ട്. ഈ കമ്പനിക്ക് തന്നെ നിങ്ങൾ അതിൽ വിറകിന്റെ കാശ് കൊടുക്കേണ്ടി വരുന്നു, വൈദ്യുതിയുടെ കാശ് കൊടുക്കേണ്ടി വരുന്നു. ഇതെല്ലാം കിഴിച്ച് ബാക്കി എത്ര രൂപ ഒരു ദിവസ കണക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലെത്തും? ദിവസ കണക്കാണെന്ന് അറിയില്ല സാർ. ഞങ്ങൾക്ക് മാസ ശമ്പളത്തിൽ പിടിക്കും. വിറക് കാശ്, കറണ്ട് കാശ്, പിന്നെ തേയില കാശ്. ഈ മാസം എല്ലാം 113 രൂപയായി സാർ. അവർ പറയുന്നുണ്ട് 82 ആണെന്ന്. അവരുടെ വില 82. പക്ഷെ ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ട് പണിയെടുക്കുന്ന ആളാ. ഞങ്ങൾക്ക് 113 രൂപ വെച്ച് തരുന്നുണ്ട്. അത് ലാസ്റ്റ് ടീ, വേസ്റ്റ് டீயை ഞങ്ങൾക്ക് തരുന്നുണ്ട്. அப்படி தரவரை எப்படி நஷ்டத்தை சொல்லலாம் சார்? எங்களால வாழ வழி இல்ல சார். வேற வழி இல்லாம தான் நாங்க பெண்கள்லாம் வீட்டை விட்டு வெளியில இறங்கியிருக்கோம். எங்களுக்கு வேற வழியே இல்ல സാർ. തീർച്ചയായും അത് തന്നെയാണ് പ്രശ്നം. ശ്രീമതി ഗോമതി, താങ്കൾ തുടരുക ദയവായി. ഇപ്പോൾ ശ്രീ എ കെ മണി കൂടി ചേരുന്നു, INTUC നേതാവ്. ശ്രീ എ കെ മണി, ഇതാണ് തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ഒരു മാസം അവസാനം അവരുടെ കയ്യിൽ അവശേഷിക്കുന്നത് 2000-ഓ 2000-ൽ താഴെയോ രൂപ മാത്രമാണ്. ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. പൊളിഞ്ഞു കിടക്കുന്ന ലയങ്ങളിൽ മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ, നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ അവർക്ക് കഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ തൊഴിലാളി സംഘടനകളൊക്കെ അവിടെ പ്രവർത്തിച്ചില്ല ഇത്രയും കാലം. ഇക്കാര്യത്തിൽ ഒരു സമൂല മാറ്റം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? സമൂല മാറ്റം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂലിയുടെ കാര്യത്തിൽ ഞങ്ങൾ കാലങ്ങളായിട്ട് തർക്കത്തിൽ നിൽക്കുകയാണ്. അതിൽ ആലിൻ്റെ രീതിയിൽ
എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ പക്ഷം മാസം 15,000 രൂപയെങ്കിലും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ രണ്ടാം തീയതി ഇവിടെ സമരം ഉണ്ടായത് ഓൾ ഇന്ത്യയിൽ. അത് തന്നെയാണ് തോട്ടങ്ങളിലും. തോട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്, തൊഴിലാളി ജീവിക്കാൻ വലിയ പാട് തന്നെയാണ്. ഈ ദിവസം ഈ കൂലി കൊണ്ട് ഒന്നും മുന്നോട്ട് പോകാൻ ആവില്ല. കാരണം വിലക്കയറ്റം അങ്ങ് കെട്ടിയിരിക്കുകയാണ്. എവിടെ പോയി എന്ത് വില, ഏത് സാധനം വിലയ്ക്ക് വാങ്ങിച്ച്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ഇപ്പോഴും ഈ പ്ലാന്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾക്ക് കഴിയുന്നില്ല. അവർ പറയുന്നത് 500 രൂപ കൂലി നൽകിയാൽ ഈ വ്യവസായം അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കൂലി നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇന്നും വാർത്താ സമ്മേളനം നടത്തി അവർ ആവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതായിരിക്കും നാളത്തെ യോഗത്തിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ? അവര് പറയട്ടെ. അവര് പറയുന്ന അവർ എല്ലാ കാലങ്ങളിലും പിന്നെ തൊഴിലാളികൾക്ക് കൂലി ചോദിക്കാൻ പോയാൽ അവരുടെ കഷ്ടപ്പാടുകൾ പറയും. അതുകൊണ്ടല്ലല്ലോ ജീവിതം, തൊഴിലാളികളുടെ ജീവിതം. തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നതിന്റെ തുല്യമായ വേതന വേണം. അതനുസരിച്ചുള്ള പാടുകൾ ഒരുപാട് അവിടെ ഉള്ളത് കൊണ്ട് തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ കമ്പനിയുടെ ഉടമസ്ഥന്മാർ ഇതൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ തൊഴിലാളികൾ എങ്ങനെ ജീവിതം നടത്തിക്കൊണ്ടുപോകും? അവർക്ക് ഓരോ ദിവസവും നിത്യോപ സാധനങ്ങളുടെ വിലക്കയറ്റവും പിള്ളേരെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ എല്ലാ ചെലവുകളും ഇതിനകത്ത് ഈ വേണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞാൽ ഈ തുച്ഛമായ വേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. തീർച്ചയായും. ശ്രീ എ കെ മണി തുടരുക. ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ ആദ്യമേ ഇവരെല്ലാം പറയുന്നത് ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. നേരത്തെ ലാഭത്തിലായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകിയിരുന്നുവല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വില കുറവാണ്, കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകാൻ ഇപ്പോൾ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മൂന്നാറിലെ തന്നെ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തൊഴിലാളി മുതലാളി പങ്കാളിത്തമുള്ള ഒരു സൊസൈറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അവർ ഈ കൊളുന്ത് ശേഖരിക്കുന്നു, അത് തന്നെ ടാറ്റയ്ക്ക് മറ്റൊരു തരത്തിൽ മറച്ചു വിൽക്കുന്നു. പക്ഷേ ഇതിനൊരു ഫിക്സഡ് റേറ്റാണ്. ഈ ടാറ്റയുടെ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇത് വലിയ തോതിൽ വിലയ്ക്ക് വിൽക്കുന്നത്. അതായത് ഇവർ എത്ര രൂപയ്ക്കാണ് ഇത് ശേഖരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നു. പക്ഷേ ഈ ഫിക്സഡ് റേറ്റിൽ വിൽക്കുക വഴി മാർക്കറ്റ് വിലയുമായി അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് തങ്ങൾ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകളിൽ കൃത്രിമം നിലനിർത്തി നഷ്ടത്തിലാണ് ഈ കമ്പനിയെന്ന് എല്ലാ കാലത്തും പറയുന്ന ഒരു പതിവ് പല്ലവി, അത് മാത്രമല്ല ഇപ്പോഴും പിന്തുടരുന്നത്. അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി ഇത്രയധികം കുറവായതുകൊണ്ട് അത് നിർണ്ണയിക്കേണ്ടത് ഈ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടല്ല. അതിന്റെ അർത്ഥം ഇവർ പറയുന്നതെല്ലാം അംഗീകരിച്ചു എന്നല്ല. ആ ഡിബേറ്റിലേക്ക് പോകുന്നത് യുക്തിപരമല്ല എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് പിശകുകളുണ്ട്. ഇവർ പറയുന്ന പ്രൈസ് ഓപ്ഷൻ പ്രൈസ് ആണ്, റീറ്റെയിൽ പ്രൈസ് അല്ല. ഓപ്ഷന് വരുന്നത് 50% തേയില മാത്രമാണ്. ബാക്കിയുള്ളത് ഇവര് എക്സ് ഫാക്ടറി സെയിലും എക്സ്പോർട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രൈസ് ഇവിടെ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫെർഗൂസൺ എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ട് ടീ ബോർഡ് ഇതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. പ്രോക്സി ബിഡിംഗ് അവർ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം. രണ്ടാമത് ഗ്രീൻ ലീഫ് സെയിൽ നടത്തുന്ന കൃത്രിമം. ഒരേ കമ്പനി തന്നെ ഗ്രീൻ ലീഫ് സെയിൽ ചെയ്യുന്ന കമ്പനിയും അതിന്റെ മാർക്കറ്റിംഗ് നടത്തുമ്പോൾ വരുന്ന കൃത്രിമം പേര് പറയാതെ അവർ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവര് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 62 രൂപ 70 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൊഴിലാളി തന്നെ പറഞ്ഞു അവർക്ക് കിട്ടുന്ന പോലും 113 രൂപയ്ക്കാണ്, നമുക്ക് കിട്ടുന്നത് 160 രൂപയിൽ കുറച്ചില്ല. അപ്പൊ ഈ ഓപ്ഷൻ പ്രൈസും റീറ്റെയിൽ പ്രൈസും കൂടുള്ള ഈ ഇടത്തട്ട് സ്റ്റോക്കിസ്റ്റ് എന്ന് പറയുന്നവര് റീറ്റെയിലേഴ്സ് എടുക്കുന്ന ഈ ഭീമമായ മാർജിനാണ് യഥാർത്ഥത്തിൽ ഇവർ അഡ്രസ് ചെയ്യേണ്ട വിഷയം. ഇവരത് അഡ്രസ് ചെയ്യുന്നില്ല. കാരണം ഇവരുടെ ഇടയിലെ വമ്പന്മാർ തന്നെയാണ് അത് ചെയ്യുന്നത്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ ടീ മാർക്കറ്റിംഗ് കൺട്രോൾ ഓർഡർ എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടായിരുന്നു. 84-ൽ കൊണ്ടുവന്ന നിബന്ധനയാണ് 75% തേയില ഓപ്ഷൻ ചെയ്യണമെന്നായിരുന്നു നിബന്ധന. ഇത് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇത് റിലാക്സ് ചെയ്ത് കൊടുത്തതാണ്. ഈ ഏപ്രിലിൽ വീണ്ടും അവര് അതായത് ഈ ബോട്ട് ലീഫ് ഫാക്ടറീസ്, അതായത് ഇല വാങ്ങി മറിച്ചു വിൽക്കുന്ന കമ്പനികൾ അവരുടെ 70% ഓപ്ഷൻ ചെയ്യണം എന്നൊരു നിയമം കൊണ്ടുവന്നു. ഇവരുടെ സംഘടന അത് പറ്റില്ല എന്ന് പറഞ്ഞു പോയി. സ്മോൾ ടീ ഗ്രോവേഴ്സ് അസോസിയേഷൻ അത് വേണം, ഈ ട്രാൻസ്പെറൻസി ഗ്രീൻ ടീ പ്രൈസിൽ വേണമെന്ന് പറഞ്ഞു. അവിടെ ഈ പച്ചില കൊളുന്തിനുള്ള വില നിശ്ചയിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചതാണ് ആ ഓർഡർ. അതിനെ ഇവരുടെ സംഘടന ഈ ഏപ്രിലിൽ കൊണ്ടുവന്ന് അമെന്റ്മെന്റിനെ എതിർത്തുകൊണ്ട് നോട്ടീസ് കൊടുക്കുകയും അതിനെ സബോട്ടേജ് ചെയ്യുകയുമാണ്. അപ്പൊ ഇവര് തൊഴിലാളികളുടെ കൂലി തട്ടിപ്പറിക്കാൻ വേണ്ടി പറയുന്ന കളവുകളാണ്. ഇവരങ്ങനെയാണെങ്കിൽ അത് ഓപ്ഷനിൽ വരണം എന്ന് ഇവരെന്താണ് ആവശ്യപ്പെടാത്തത്? തീർച്ചയായും ശ്രീ ജോസഫ് സി മാത്യു, താങ്കളുടെ ആ ചോദ്യത്തിന് ശ്രീ അജിത്തിന് മറുപടിയും ഉണ്ടാകും, അതിലേക്ക് എത്താം. നിർണായക പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം നാളെ ചേരുകയാണ്. 500 രൂപ കൂലി തൊഴിലാളികൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ തീരുമാനത്തിലേക്ക് യോഗം എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ പ്ലാന്റേഷൻ അസോസിയേഷൻ പ്രതിനിധി ശ്രീ അജിത്ത് തുടരുന്നുണ്ട്. ശ്രീ അജിത്ത്, നേരത്തെ ശ്രീ ജോസഫ് മാത്യു പറഞ്ഞ കാര്യം, നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് ഈ ഓപ്ഷൻ പ്രൈസിനെ കുറിച്ച് മാത്രമാണ്, റീറ്റെയിൽ പ്രൈസിനെ കുറിച്ചല്ല.
ഇതിനൊരു ഇടത്തട്ടുണ്ട്. അതിനെ കൂടി നിങ്ങൾ അഡ്രസ്സ് ചെയ്തു സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിരത്തുന്ന ഈ കണക്കുകൾ, ഈ നഷ്ടത്തിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായി മാറും. എന്തുകൊണ്ട് മറുപടി ആ വാദത്തിന്? ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ അല്ല. ഇത് ഓപ്ഷൻ കൺട്രോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കീബോർഡിന്റെ കീഴിലാണ് ഈ ഓപ്ഷൻ സെന്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കേരളത്തിൽ മാത്രമല്ല ഓപ്ഷൻ നടക്കുന്നത്. ഓപ്ഷൻ സെന്റർ കേരളത്തിലുണ്ട്, കൊണ്ണൂറുണ്ട്, ഓപ്ഷൻ സെന്റർ കാൽക്കട്ടയിലുണ്ട്, ഗുവാഹട്ടിയിലുണ്ട്. ഓപ്ഷൻ സെന്റേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ സെന്റേഴ്സിന് എല്ലാം നിയന്ത്രിക്കുന്നത് അവരാണ്, ഞങ്ങളുടെ കയ്യിലല്ല. പിന്നെ അവിടെ വാങ്ങാൻ വരുന്നത് ഇൻഡിപെൻഡന്റ് ബയേഴ്സ് ആണ്. ബയേഴ്സിന്റെ പേരിൽ ഞങ്ങൾക്ക് കൺട്രോൾ ഇല്ല. ഞാൻ ഈ 84 രൂപ എന്ന് പറയുന്നത് ആവറേജ് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേയിലയുടെ വിലയാണ്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ നേരത്തെ ശ്രീ ജോസഫ് മാത്യു ചൂണ്ടിക്കാട്ടി ഇവിടെ 70% ഇത് കൊണ്ടുവന്നു. ഞങ്ങൾക്കും ഈ ടീ മാർക്കറ്റിംഗ് കൺട്രോൾ ഓർഡറിന്റെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഡയറക്ട് മാർക്കറ്റില്ല, പാക്കറ്റിംഗ് ഇല്ലാത്ത 70% കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ മാർക്കറ്റില്. ഇത് ഞങ്ങളല്ല കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പാക്കറ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരുടെ കാര്യം അവർക്ക് അതിൻ്റെതായ വേറെ ഒരുപാട് വാല്യുവേഷൻ ഉണ്ടാവാം. അത് ഞങ്ങളുടെ കൺട്രോളിലല്ല. ഞങ്ങൾ ആസ് എ പ്രൊഡ്യൂസർ ഐ കാൻ കൺട്രോൾ വാട്ട് ഇസ് ദ എൻഡ് മാർക്കറ്റ് കൺസ്യൂമർ ഇസ് പേയിങ് ഫോർ. തീർച്ചയായും അതാണ് താങ്കളുടെ നിലപാട്. ഇപ്പോൾ ശ്രീമതി ഗോമതി തുടരുന്നുണ്ട്. ശ്രീമതി ഗോമതി, ഇപ്പോൾ ഈ ലാഭം വർദ്ധിക്കുന്ന സമയത്ത് അതിന് ആനുപാതികമായ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്നു എന്നാണ് കമ്പനി പലപ്പോഴും പറയാറുള്ളത്. ഈ വർഷം നഷ്ടത്തിൽ പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു ആനുകൂല്യം നൽകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഇന്നും പത്രങ്ങളിൽ നൽകുന്ന പരസ്യത്തിൽ KDHP കമ്പനി വ്യക്തമാക്കുന്ന നിലപാട് അതാണ്. அத்தரத்திலானோ கம்பெனிக்கு നിങ്ങളോടുള്ള സമീപനം? இல்ல சார், போன வருஷ காலத்துல இந்த வருஷம் நாங்க உளுந்து கூடுதல் தான் வெட்டி கொடுத்துருக்கோம். அப்புறம் ஏன் இந்தியாவில் நம்பர் 1 கம்பெனின்னு அவார்டு கொடுத்தாங்க? எதனால நட்சத்திரம் ஓடுற கம்பெனிக்கு கொடுப்பாங்களா? நீங்களே யோசித்து பாருங்க சார். நாங்களாம் ஒரு படிச்சிருந்தோம்னா இந்த அளவுக்கு நாங்க இருந்திருக்க மாட்டோம் சார். வெளியேறி போயிருந்திருப்போம். படிக்காதனால இவங்களுக்கு அடிமையாவே வாழ்ந்துட்டு இருக்கோம் சார். நாங்க மட்டும் இல்ல, எங்க பிள்ளைகளும் அந்த நிலைமைக்கு தான் கொண்டு வர்றாங்க சார் இவங்க. எங்க நிலைமையை பார்த்தா ரத்த கண்ணீர் தான் சார் வருது. எங்களுக்கே இப்ப நெஞ்செல்லாம் அடைக்குது. இவங்க சொல்ற ஒவ்வொரு கணக்கும் பார்த்தா பயமா இருக்கு சார் எங்களுக்கு. நாங்க உயிரை கொடுத்து வேலை செஞ்சு கொடுப்போம் சார். மழையிலையும் வெயிலையும் ரொம்ப கஷ்டப்பாடு அனுபவிக்கிறோம் சார். அட்டையெல்லாம் எங்க ரத்தத்தை எப்படி உறிஞ்சு தெரியுமா? அப்படி நாங்க கம்பெனி நல்லா இருக்கணும்னு சொல்லி தான் சார் நாங்க இப்படி கஷ்டப்பாடு படுறோம். இப்படி இருக்கையில கம்பெனி எப்படி சார் நஷ்டத்தை காட்டுது? எங்களுக்கு நினைச்சாலே ரொம்ப வேதனையா இருக்கு சார். நாங்களும் போராடுற அளவுக்கு போராடி பார்த்துக்கிட்டு தான் சார் இருக்கோம். ஆனா அவங்க நஷ்டத்தை தான் காட்டுறாங்க. எதனால இப்படி நஷ்டத்தை காட்டுறாங்கன்னு எங்களுக்கு ஒண்ணுமே புரியல சார். அப்ப இன்னைக்கு நஷ்டத்துல ஓடுதுன்னா அப்ப நாங்க கொழுந்து எடுத்து கொடுக்கலையா? 500 கிலோ வெட்டுற அளவுக்கு கூட ஆள் இருக்கு. இப்ப எங்களுக்கு 500 ரூபாய் சம்பளம் வச்சு கொடுத்துருந்தீங்கன்னா நீங்க நஷ்டத்தை காட்டினா நாங்க சேரின்ட்டு போயிடலாம். நீங்க வெறும் 232 ரூபாய் கொடுக்குறீங்க. நீங்க ஷூ காலையில போடுற ஷூ வந்து 3000 4000 இருக்கு. நாங்க 200 ரூபாய்க்கு கூட எங்களால செருப்பு எடுக்க முடியல சார். அவ்வளவு ஒரு கஷ்டப்பாடுல இருக்கோம். பிள்ளைக்கு பேக் கூட இல்லாம ஸ்கூலுக்கு போறாங்க. கையில நோட்டை வச்சுட்டு போறாங்க. முந்தியெல்லாம் நாங்க கொடுத்தோம், இப்ப ஏன் கேக்குறாங்கன்றாங்க. இப்ப மூணாறுல விற்கிற விலைவாசியை பாருங்க சார். நாங்க எவ்வளவு தயவா கேட்கணுமோ அவ்வளவு தயவாவும் கேட்டி பார்த்துட்டோம். எங்களுக்கு கிடைக்கிற மாதிரி தெரியல சார். இது என்ன தீர்மானம் ஆகுன்னு எங்களுக்கு தெரியல சார். எங்களுக்கு வாழ வழி கேட்கிறோம், அவங்க எங்களுக்கு சாகிறதுக்கு வழி சொல்றாங்க. തുടരുക ശ്രീമതി ഗോമതി. ശ്രീ AK മണി, ഇത്തരത്തിൽ നഷ്ടത്തിൽ അങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു കമ്പനി പ്രവർത്തിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ നഷ്ടക്കണക്കൊക്കെ നിരത്തുന്നത് കമ്പനിയാണല്ലോ, അതിനവർക്ക് ന്യായങ്ങളുമുണ്ട്. പല ഘട്ടങ്ങളിലും അവർ ആ തന്ത്രം പയറ്റിയതുമാണ്. ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ചേർന്നാണ് ഈ കൂലി സംബന്ധിച്ച് കാലാകാലങ്ങളിൽ തീരുമാനമെടുത്തു വന്നിരുന്നത്. ഇത്തരമൊരു സമ്പ്രദായം ഇതുവരെ ഫലപ്രദമായി പ്രവർത്തിച്ചു പോന്നിരുന്നു. ഈ അംഗീകൃത ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ യോഗത്തിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തൊഴിലാളികൾക്ക് സ്വീകാര്യമല്ലാതായി മാറുന്നത്? അത് ചർച്ചയല്ല, ഇവിടെ പേയ്മെന്റ് ആണ്. ഇവിടെ വേജസ് ആണ്. തൊഴിലാളികൾക്ക് സ്വകാര്യമാവുന്നോ അത് തൊഴിലാളികൾ തീരുമാനിക്കട്ടെ. ഇവിടെ വേജസ് സംബന്ധിച്ചുള്ള ഡിസ്കഷനാണ് നാളെ PLC. ആ PLCയിലെ എല്ലാ കാലഘട്ടങ്ങളിലും ചർച്ച ചെയ്ത് വരുമ്പോൾ തോട്ട ഉടമകളിൽ നിന്നും ഞങ്ങൾ ഇത്ര രൂപ തരാമെന്ന് പറയാറേ ഇല്ല. ഞങ്ങൾ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. ആ ഏർപ്പാട് നിർത്തലാക്കണം. തൊഴിലാളികൾക്ക് 3 വർഷത്തിൽ ഒരിക്കലാണ് PLCയുടെ തീരുമാനം ഉണ്ടായത്. ഇപ്പൊ 5 വർഷങ്ങൾക്കായിട്ട് പോലും ആ തീരുമാനത്തിന്റെ യാതൊരു ബലനില്ലാതെ പോയാൽ എങ്ങനെ തൊഴിലാളികൾ ജീവിക്കും? അധ്വാനിക്കുന്ന ആൾക്കാരാണല്ലോ. അവരുടെ ശരീരം മൊത്തം വീർപ്പും രക്തമും ഈ പ്ലാന്റേഷനിൽ കൊടുത്ത് തീർന്നിരിക്കില്ലേ? അവർക്ക് കാലാകാലങ്ങളിൽ കൊടുക്കേണ്ട വേതനം കൊടുക്കണ്ടേ? ആ കൊടുക്കാൻ നേരത്ത് പ്ലാന്റേഷന്റെ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാളും ഡബിൾ റേറ്റ് വില കിട്ടിയപ്പോൾ കൊടുത്തോ? ഇല്ലല്ലോ. ആ നൊണ്ടിക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തൊഴിലാളികൾക്ക് വേതനം കൂടുതലായിട്ട് കൊടുക്കാൻ പ്ലാന്റേഷൻ അസോസിയേഷനും
ഉടമസ്ഥന്മാർ തയ്യാറാവണം. തയ്യാറാകാത്ത സാഹചര്യം വന്നാൽ അവർ അത് അനുഭവിക്കേണ്ടി വരും. തുടരുക ശ്രീ എ കെ മണി. ശ്രീ ജോസഫ് സി മാത്യു, ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ചേർന്ന് ഈ മിനിമം വേജസ് ഒക്കെ നിശ്ചയിക്കുമ്പോൾ അതിനിപ്പോഴുള്ള മാനദണ്ഡങ്ങൾ അത് എന്തുകൊണ്ടാണ് ഈ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒന്നല്ലാതായി മാറുന്നത്? ഈ ഉടമകൾ പറയുന്ന നിലയ്ക്ക് കാര്യങ്ങളെ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൂലി തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായി മാത്രം ഇതിപ്പോൾ നിലനിന്ന് പോവുകയല്ലേ ചെയ്യുന്നത്? അതാണാവില്ല ഈ മിനിമം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെയല്ല. വേജ് പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ വേജ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിഫൈൻഡ് ഇൻ കേരള മിനിമം വേജസ് ആക്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ രണ്ട് ഫെയർ വേജ് ഇതാണെങ്കിൽ മിനിമം വേജ് എത്രയാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ഉള്ളത് ഇവരുടെ പരിദേവനങ്ങളാണ് ഇവരവിടെ പറയുക. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. തേയില നുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് ഓപ്ഷന് കൊണ്ടുവരുന്നവർക്ക് വരെ കിട്ടുന്ന പ്രൈസ്, ആവറേജ് പ്രൈസ് അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഇരട്ടി വിലയ്ക്കാണ്, 160 രൂപയിൽ കുറഞ്ഞില്ല, 230 രൂപ വരെയുള്ള വിലയ്ക്കാണ് തേയില റീറ്റെയിലർക്ക് കിട്ടുന്നത്. അത് സ്ഥായിയായി നിൽക്കുകയോ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ പ്ലാന്റേഷൻ രംഗത്ത് പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ടെന്ന് ഇവർ പറയുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്, ഇല്ലെന്ന് പറയല്ല. പക്ഷെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് സ്റ്റോക്കിസ്റ്റും ഡിസ്ട്രിബ്യൂട്ടേഴ്സും റീറ്റെയിലേഴ്സും കൂടെ കൂടിയിട്ടാണ്. അത് ചെയ്യുന്നത് ഇവരുടെ CCPA എന്ന് പറയുന്ന ഇവരുടെ അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടന. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഓപ്ഷൻ നടക്കുന്ന ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ 6-7 സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവരുടെ സംഘടന കൂടിയിട്ട് അവർ ഈ എക്സ് ഫാക്ടറി സെയിൽസും അങ്ങനെ നടത്തുന്ന കാര്യങ്ങളാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് ഇവരിത് തുറന്ന് അത് അഡ്രസ്സ് ചെയ്യാത്തതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത് അഡ്രസ്സ് ചെയ്താൽ ഇവരുടെ സംഘടന പിളരും. അതിലെ വമ്പന്മാരാണ് ഇത് ചെയ്യുന്നത്. അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവര് എന്റെ കൺട്രോളിന് പുറത്തല്ല എന്ന് അദ്ദേഹം വിലപിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കൺട്രോളിലുള്ള ആരാണ്? ഈ തൊഴിലാളികളാണ്. അവരുടെ ആഹാരത്തിൽ നിന്ന് ഓരോ വിഭവങ്ങൾ എടുത്തു. തീർച്ചയായും ശ്രീ ജോസഫ് സി മാത്യു, സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. നാളെ നിർണായക പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം ചേരുകയാണ്. ദിവസ വേതനം 500 രൂപയാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വളരെ നന്ദി പ്രതികരിച്ചതിനൊപ്പം ശ്രീ അജിത് പ്ലാന്റേഷൻ പ്രതിനിധി, ശ്രീമതി ഗോമതി മൂന്നാർ സമരനായിക, ശ്രീ എ കെ മണി INTUC നേതാവ്. ബിഗ് സ്റ്റോറി പൂർത്തിയാകുന്നു. നമസ്കാരം.